ഇതേതാ ഈ സാരി? ഇത് ഇത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാ. കൊള്ളാലോ. ഞാനും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ദേവികേച്ചിയും സുലോചനന്റെ അഞ്ജുതയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അമ്മ ഒരുമിച്ച് കണ്ടപ്പോ ചേച്ചിക്ക് സന്തോഷായി. ആന്റി അഞ്ജുതയും പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. അവര് മിണ്ടില്ലല്ലോ. ദേവികേച്ചി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു? അങ്ങനൊന്നും പറഞ്ഞില്ല. ഈ സാരി ഞങ്ങള് ചെല്ലുന്നതിന് മുൻപ് തിരുമേനി ദേവികേച്ചിക്ക് കൊടുത്തതായിരുന്നു. ഒരുപാട് പ്രത്യേകതകളും ഈ സാരിക്കുണ്ട്. ഈ സാരി ഉടുക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ സാരി ഋഷിയുടെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ചേച്ചി എന്നെ ഏൽപ്പിച്ചത്. ഞാൻ കാരണം ഋഷിയുടെ അമ്മയ്ക്ക് മനസ്സമാധാനക്കേട് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഒരുപക്ഷെ ആ സമാധാനക്കേട് ഈ സാരി കാരണം മാറിയാലോ. ഈ സമയത്ത് ദൈവാധീനം ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയ്ക്കല്ലേ. അതുകൊണ്ട് ഈ സാരി അമ്മയ്ക്ക് കൊടുക്കുന്നതന്നെയല്ലേ നല്ലത്. തീർച്ചയായിട്ടും ഇത് അമ്മയ്ക്ക് തന്നെയാ കൊടുക്കേണ്ടത്. അമ്മയുടെ ആകുലതകളൊക്കെ ദേവി മാറ്റിക്കൊടുക്കട്ടെ. അമ്മേ, ഞാൻ ഈ സാരി അമ്മയ്ക്ക് തരാൻ വന്നതാ. അല്ല, ഇത് അമ്പലത്തിൽ വെച്ച് ദേവിക ഗോപിയയ്ക്ക് തന്ന സാരിയല്ലേ? ഇതെന്തിനാ എനിക്ക് തരുന്നേ? ഇത് ദേവി അണിയിപ്പിച്ച സാരിയാ. വിശേഷ ദിവസങ്ങളില് ഇത് ഉടുക്കുന്നത് ഐശ്വര്യ. ഇത് അമ്മ വാങ്ങണം. മാത്രമല്ല ഈ സാരി അമ്മ സൂക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. അത് ഋഷി എന്നോട് പറഞ്ഞു. അമ്മ ഇത് വാങ്ങിക്കോളൂ. ദേവി അണിഞ്ഞിരുന്ന ഈ സാരി എന്റെ കൈകളിൽ വന്നു ചേരുന്നത് പൂർവജന്മ പുണ്യോ. മോള് തന്നോളൂ. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ദേവിയുടെ അനുഗ്രഹം. ഇത് ദേവിയുടെ ശക്തിയായിട്ട് എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും. എന്നാ ഞാൻ ചെല്ലട്ടെ അമ്മ. ശരി. ശരി അമ്മ. എടോ, തന്റെ വിഷം ഇതുവരെ മാറിയില്ലേ? ആരും മനഃപൂർവ്വമൊന്നും ചെയ്തിട്ടല്ലല്ലോ സാരി കത്തിപ്പോയത്. സംഭവിച്ചു പോയി. പിന്നെ എന്ത് ചെയ്യാനാവും? എനിക്കിത് വലിയ പ്രയാസമായി ഋഷി. അടുത്ത പ്രാവശ്യം ക്ഷേത്രത്തിലോട്ട് പോകുമ്പോ ഈ കാര്യം തിരുമേനിയോട് പറ. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ഇതല്ലെങ്കിൽ ഒരു പക്ഷേ കത്തിപ്പോയ സാരിക്ക് പകരം ദേവി അണിയിച്ച മറ്റൊരു സാരി തിരുമേനി തന്നാലോ. അതുകൊണ്ട് താൻ ഈ സങ്കടമൊക്കെ മാറ്റിവെച്ചിട്ട് വീട്ടിലേക്കൊന്ന് വിളിക്കേ. നാളെ നമ്മുടെ ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ വകയായിട്ടാണ് നടത്തുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കണം. ഗോപികയുടെ കുടുംബക്കാരും. ദേവികേച്ചി വിളിച്ചിട്ട് നാളെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറയും. ശരി. ഗോപു ചേച്ചി. എന്താ ഗോപിക, എന്ത് പറ്റി? നിന്റെ ശബ്ദത്തിന് എന്തോ ഒരു വ്യത്യാസം. നീ സങ്കടപ്പെടാണോ? ചേച്ചി, അമ്മയ്ക്ക് കൊടുത്ത ആ സാരി ഉണ്ടല്ലോ, അത് കത്തിപ്പോയി. കത്തിപ്പോയോ? എങ്ങനെ? സിദ്ധേട്ടൻ ഇവിടെ മുറ്റത്ത് പടക്കം പൊട്ടിക്കായിരുന്നു. അപ്പൊ ആ പടക്കം ചെന്ന് അമ്മയുടെ മുറിയിൽ വെച്ചിരുന്ന ആ സാരിയിൽ വീണു. അത് പൊട്ടിച്ചിതറി തീ പടർന്നു. ആ സാരി ആകെ കത്തി നശിച്ചുപോയി. ഈശ്വര, അത് വല്ലാത്ത കഷ്ടായി പോയല്ലോ. ദേവി അണിയിച്ച ആ സാരി കത്തി നശിക്കാന്നൊക്കെ പറഞ്ഞാല് അത് വല്ലാത്ത അപശകനമായി പോയെന്ന ഇവിടെ ചെറിയമ്മയും ചെറിയച്ഛനും പറയുന്നത്. അതിനാണോ നീ സങ്കടപ്പെടുന്നത്? സാരി കത്തിപ്പോയത് എന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് അവര് പറയുന്നത്. എന്നിട്ട് ജാനകി മാഡം എന്തു പറഞ്ഞു മോളെ? മാഡം നിന്നെ കുറ്റപ്പെടുത്തിയോ? ഇല്ല, ഇതൊന്നും എന്റെ ജാതകദോഷം കൊണ്ട് ഉണ്ടായതല്ലെന്നാ അമ്മ പറഞ്ഞത്. ഭാഗ്യം, മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിക്കണം ചേച്ചി. ഇല്ലെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും സമാധാനമായിട്ട് കഴിയാൻ പറ്റില്ല. ഗോപി, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടതില്ല. സമാധാനായിട്ടിരിക്കട്ടോ.
പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ പറഞ്ഞോ? നാളെ ഇവിടുത്തെ അമ്പലത്തിലും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടത്ര. ഋഷി പറഞ്ഞു നിങ്ങളെ എല്ലാരെയും ക്ഷണിക്കാൻ. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം. ചേച്ചി എല്ലാരെയും കൂട്ടി ക്ഷേത്രത്തിലോട്ട് വരണം. അതിനെന്താ, വരാലോ. ഗോപിക ആ ചേച്ചി. ഗോപിക ആരുടെ അടുത്താ സംസാരിക്കണേ? ചേച്ചിയാ.